ആരാത്? അവിടേക്ക് ഓരോന്ന് കൊണ്ടുവന്നിട്ട് വൃത്തികേടാക്കി. എന്റെ മുറിയിൽ ഓറഞ്ച് ഉണ്ടല്ലോ അലമാരയില്. 9 ആയോ? 9:10. ആ ചേച്ചി എത്തിയോ? കുറച്ച് വൈകി. മോളിന്ന് പോണില്ലേ? 10:30 ഇറങ്ങും. ചേച്ചി ജനൽ കമ്പിയിലേക്ക് മാറാലേ, അത് തുടച്ചേക്കണേ. ആ சேச்சி, இந்த கம்பி பாறை இருக்கட்டுமா? ആ ചേച്ചി പുറത്തേക്കൊക്കെ ഒരു കണ്ണ് വേണേ. വിദ്യ, എന്തൊരു അച്ഛ പെട്ടെന്ന് ആരും പുറയും തള്ളുന്ന പോലെ തോന്നി. പതുക്കെ. ആര് തള്ളാൻ? അച്ഛന് തോന്നിയായിരിക്കും. തോന്നിയ കാര്യം തന്നെ പറഞ്ഞത്. പതുക്കെ. മോനെ അപ്പൂപ്പിന്റെ കണ്ണട വാടാ. ഈ പണിക്കാരൊക്കെ എവിടെ നിന്നാണ് പറഞ്ഞത്? തിരുപ്പാലയിൽ കുറെ എണ്ണം വന്നു കൂടിയിട്ടുണ്ട്. ഇപ്പോ നാട്ടിൽ പുറം പണിക്കൊക്കെ അവരാ. കൂലിയും കുറവാ. അച്ഛ, ചമ്മാലപ്പറമ്പിൽ നമുക്ക് റോബസ്റ്റ വാഴ വെച്ചാലോ? നല്ല കന്ന് കിട്ടാനുണ്ട്. നമ്മുടെ റെജിക്ക് ഇപ്പം അതിൻ്റെ ഏർപ്പാടാ. ഇറക്കട്ടെ? നല്ല വിളവാന്നാ കേട്ടെ. അച്ഛാ, പട്ടയം ശരിയാക്കി ആ സ്ഥലം കിട്ടണവരെ കൊടുത്തിട്ട് അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലിടാൻ നോക്കാദ്യം. എന്താ ആ തെങ്ങിന്റെ താഴെ ഒരു വല വലിച്ചു കേട്ടാ പറഞ്ഞല്ലോ എന്നോട്.
ആരോട് പറയാൻ? പറയുന്നവന് പൊട്ടുമില്ല. മണിയേ, ദാ മണിയേ, മണിയേ. ഓയ് എന്തായാലും വേട്ടാ ആ, അടുക്കളപ്പുറത്ത് ഓടൊരെണ്ണം മാറ്റി വെക്കണം. 10,000 പേർക്ക് എടുത്തതിന് ബാക്കി ഉണ്ടാവൂലേ? ഉണ്ട് എടുക്കാം. അതെടുത്തു. ആ. ആ പിന്നെ പോകുമ്പോ ആ. ആ തെങ്ങിനൊരു വല കെട്ടിയേക്ക്. സത്യ ആ ഷെഡിൽ നിന്ന് ഒരു 3-4 ഓട് ആ പാണ്ടിയെ കൂടി അടുപ്പിക്ക്. ആ ഏണിയും കൂടി എടുത്തോ. മണിയേട്ടാ ചായ കുടിച്ചിട്ട് പോയാൽ മതി. നിൽക്കേ ഇത്തിരി പണിയുണ്ട്. ഓട് മാറ്റാനല്ലേ ഇപ്പം മഴക്കോളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ എത്ര പത്രാസ്? എന്നാ പിന്നെ ആട്ടെ നോക്കട്ടെ. പണി 10 എന്നാ പിന്നെ ചായ കുടിച്ചിട്ടാട്ടെ. അമരെല്ലാം വിളിച്ചോ. ഇന്നലത്തെ ചിക്കൻ കറി ഇല്ലേ? ഇല്ല. അച്ഛനെ തേപ്പിച്ച കുഴമ്പുണ്ടോ ഒന്ന് പിടിപ്പിക്കാൻ? ஏய் தம்பி உன் ஊருங்க? நாகர்பாடி. நீங்க? நாங்கள் ரெண்டும் குரிமுத்தூர். சேட்டா இந்த இலை எங்கே போடுறது? അത്തെങ്ങിട്ട് കീഴെ പോടാനാച്ചി. കൈ ആയിട്ട് വന്ന് ആണ്ട എന്താ ഓട് ഓട് മാറ്റിയിട്. ഓട് ആരോ ചെറുക്കനവിടെ? ആ, അവൻ പുറത്തുണ്ടച്ചാ. ബ്ലാക്കിയുടെ കൂടെ കളിക്കുക. വിളിച്ചകത്ത് കയറ്റി കളിക്കാത്ര. ആ നല്ല നേരത്താണല്ലേ വന്നത്. വാടാ ഇരിക്ക്, കഴിക്കാം. ഓ വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടേ അറിയത്. വേണേലൊരു ചായ കുടിക്കാം. അച്ഛനും ചക്കപ്പുണ്ടല്ലേ? ആ, ആ മാനു വരാന്ന് പറഞ്ഞിരുന്നു, കണ്ടില്ല. മാനു പുറത്തുണ്ടല്ലോ. ആ വന്നോ? ഇവരൊക്കെ വന്ന പറഞ്ഞെന്താ? ഇത് കുറെ ഉണ്ടല്ലോ മാഷേ. അച്ഛാ, ആ റോബസ്റ്റ കന്നിന്റെ കാര്യം എന്താ ചെയ്യണ്ടേ? റെജിമിനി ഞാൻ വിളിച്ചിരുന്നത്രേ, അത് ചോദിക്കാനായിരിക്കും. എന്താടാ, കൃഷിയാണോ? ഇനി പണ്ടത്തെ പോലെ ഒരു പരീക്ഷണമാണോടാ? നീ ഇനി പഴയ പോലെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ അച്ഛൻ്റെ കാശ് കൊണ്ട് കളയാനാണോ?
നിനക്ക് എന്തിന്റെ കടിയാണോ മൈനെ? ഷേ എന്താടാ? നിന്റെ പൈസ അത് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ കാലത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരും. വെറുതെ വീട്ടിൽ കയറി ഒന്ന് ചൊറിയാൻ നിൽക്കില്ല അവര്. ഇവിടെ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. നീ അതും കൂടി മനസ്സിലാക്കണം. നീ മാത്രമല്ല ഈ ലോകത്തിൽ ചിന്തിക്കും. പിന്നെ നിന്റെ ഈ സുഖം ശരിയായി. നീ തരാന്ന് പറഞ്ഞ നാളെ വരെ ആയില്ലേ? പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ വരാവേ. ആ പതിയെ മതി. ഡാ ഞാൻ പറയുന്നല്ലോ നീ കേൾക്കണ്ട. തരാടാ. ആ ചേച്ചി, അവിടെ ചെന്നിട്ട് നന്നായിട്ട് കുറുമ്പൊക്കെ കാണിച്ചോളൂ. പോണേന് മുന്നേ ചേച്ചി പുറത്ത് പണിക്കാർക്കുള്ള ഭക്ഷണം എടുത്തു കൊടുത്തേക്കണേ. ആ ശരി മോളെ. പുതിയതാ ഇതൊക്കെയാണല്ലോ. റെഡി ആട്ടോ നീ. ആ. വാടാ. ബ്ലാക്കിയുടെ അടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് പറ. ബ്ലാക്കിയെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരും ട്ടോ. ബാക്ക് ടയറിൽ എയർ ഒന്ന് ചെക്ക് ചെയ്യണം. ഷാജി, ബ്ലാക്കിയെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരും ട്ടോ. ബാക്ക് ടയറിൽ എയർ ഒന്ന് ചെക്ക് ചെയ്യണം. ഷാജി, അതാ വരുന്നു. പിന്നെ നിന്റെ വണ്ടിയുടെ ചാവി എനിക്കൊന്ന് വേണം. മഴയ്ക്ക് മുമ്പ് അടക്ക കയറ്റിവിടാനുള്ളതാണ്. ദേ നോക്കിയേ. ഷാജി, ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാം എൻ്റെ തോന്നലല്ലേ? എല്ലാം എൻ്റെ ഉള്ളിലെ ഫിയറാന്ന് പറ ഷാജി. ഇവിടെ ഒരു പ്രശ്നവുമില്ല. താൻ പോയി ഹാപ്പി ആയിട്ട് വാ.